ഹലോ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മൾ മിക്ക ആൾക്കാരും മുടിയും സ്കിന്നും ഒക്കെ നോക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ? പക്ഷേ പലപ്പോഴും പല ആൾക്കാരും നമ്മുടെ കാലുകൾ മറന്നു പോകാറുണ്ട്. കാലുകൾ വൃത്തിയായിരിക്കണമെന്നും ഒരു നല്ല രീതിക്ക് നോക്കണമെന്നും ഒക്കെ അറിയാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും. സമയമില്ലാത്തതിൻ്റെയും അല്ലെങ്കിൽ പാർലറിൽ പോയി ക്യാഷ് കളയാൻ ഒരു മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ കാണിക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് എത്ര തിരക്കുള്ള ആൾക്കാർക്കും സിമ്പിളായി എങ്ങനെ വീട്ടിൽ പെഡിക്യൂർ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് എടുത്തിട്ട്, ബക്കറ്റോ അല്ലെങ്കിൽ റൗണ്ടിലുള്ള പാത്രം എടുത്തിട്ട് അതിനകത്തിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. വെള്ളം തണുത്ത വെള്ളമോ ചൂടുവെള്ളം ആയിരിക്കും ബെറ്റർ. ഞാൻ തണുത്ത വെള്ളമാണ് എടുത്തേക്കുന്നത്. അതിനകത്തിലോട്ട് കുറച്ച് ഷാമ്പു ഇടണം. ഷാമ്പു ഇട്ടിട്ട് നല്ലപോലെ പതിപ്പിച്ചിട്ട് പതിപ്പിക്കണം കേട്ടോ. അതിനുശേഷം ഒരു നാരങ്ങ എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്തിലോട്ട് വെള്ളം, നമ്മൾ പതിപ്പിച്ച് വെച്ച വെള്ളം ഉണ്ടല്ലോ അതിനകത്തിലോട്ട് നമ്മൾ ചേർക്കുക. തോടും അതിനകത്തിലോട്ട് ഇടുക. നമുക്ക് നാരങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ടീരിയ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും കാല് ക്ലീൻ ആവാനും ഒക്കെ നമുക്ക് ലെമൺ നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ പെഡിക്യൂർ ചെയ്യുമ്പോൾ നമുക്ക് ലെമൺ ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കാലിന്റെ നിറവും നീറ്റും നീറ്റായിട്ടും ഒക്കെ വെക്കാൻ വേണ്ടി ലെമൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കല്ലുപ്പ് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അതും ഇതുകൊണ്ട് തന്നെ നമ്മുടെ കാലിനുണ്ടാവുന്ന നഖത്തിന്റെ ഇടയ്ക്കൊക്കെ ഇരിക്കുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി കല്ലുപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ കാല് മുക്കി വെക്കണേ. വെച്ച് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് നമ്മളിങ്ങനെ വെച്ച് വെക്കണം കാല്. 15 മിനിറ്റ് ഇങ്ങനെ മുക്കി വെക്കുമ്പോൾ തന്നെ നമ്മുടെ കാലിലെ ഡെഡ് സ്കിന്നൊക്കെ നമുക്ക് നല്ല രീതിക്ക് ക്ലീൻ ആക്കാനുള്ള രീതിയിലായി കുതിർന്ന് വരും കേട്ടോ. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ മുക്കി വെക്കുക. ലെമണും ഉപ്പും ഒക്കെ നമുക്ക് അതുകൊണ്ട് ക്ലീൻ ആക്കി വെക്കാനും കാര്യങ്ങളും ഡെഡ് സ്കിന്നൊക്കെ പെട്ടെന്ന് റിമൂവ് ആക്കാനൊക്കെ നമ്മളെ സഹായിക്കും. ഞാനിത് തന്നെത്താനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. As a rule, I didn't dance, but it was hard to say no to Alyssa. അതിനുശേഷം നമ്മൾ നെയിൽ കട്ടർ ഉപയോഗിച്ച് നമ്മൾ നെയിലൊക്കെ ഒന്ന് സെറ്റാക്കി ഷേപ്പൊക്കെ ചെയ്ത് അതിനകത്തുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കണം കേട്ടോ. അത് ഞാനിപ്പം കാണിക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് ഒക്കെ ചെയ്യുന്നത്. അപ്പം പിന്നെ എനിക്കിങ്ങനെ ബ്രഷ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ സ്റ്റാൻഡിൽ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇനിയിപ്പം നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ കാല് ഒന്ന് ബ്രഷ് ഇട്ട് നമ്മൾ ഒന്ന് നല്ലതായിട്ട് തേച്ച് കഴുകി കൊടുക്കണം. നല്ല അമർത്തി കൊടുക്കരുത്. സാവധാനത്തിൽ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ നഖത്തിനിടയും നഖവും നമ്മുടെ ഫുൾ കാല് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് കുതിർന്നിരിക്കുന്ന അഴുക്കും കാര്യങ്ങളും ഡെഡ് സ്കിന്നും ഒക്കെ നമുക്ക് റിമൂവ് ആകാൻ നമ്മളെ പെട്ടെന്ന് സഹായിക്കും. As a rule, I didn't dance, but it was hard to say no to Alyssa. ഈ പെഡിക്യൂറിനകത്ത് തന്നെ നമുക്ക് ആ ഒരു ബ്രഷിനകത്ത് തന്നെ നമുക്ക് സ്റ്റോൺ പോലത്തെ ഒരു സംഭവം കിട്ടും. അപ്പൊ അത് നമുക്ക് നമ്മുടെ കാലിന്റെ അടിഭാഗത്തുള്ള ഡെഡ് സ്കിന്നൊക്കെ നമുക്ക് ഉരച്ചൊരച്ച് കളയാൻ നമുക്ക് അതുകൊണ്ട് സഹായിക്കും. ഒരു 40-50 രൂപയൊക്കെ ഉള്ള അതിന് കേട്ടോ. അപ്പൊ എന്റെ കാലിലാണെങ്കിൽ കുറേ ഉണ്ടായിരുന്നു. കാരണം കുറെ നാളായിട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്നില്ലായിരുന്നു. ഇത് നമുക്ക് മാസത്തിൽ 2 തവണയൊക്കെ ചെയ്താൽ മതിയായിരിക്കും. ഒരുപാട് കാല് വൃത്തിയായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് മാസത്തില് ഒരു 3 തവണയൊക്കെ ചെയ്യാം. അല്ല, നോർമലായിട്ട് ഇച്ചിരി വൃത്തിയൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ 2 തവണ ചെയ്താൽ മതിയായിരിക്കും. കാലിപ്പം ജസ്റ്റ് നോക്കി തുടങ്ങുന്ന ആൾക്കാർ ഒരു മാസത്തിൽ 3 തവണയൊക്കെ ചെയ്യണം. എന്നും ചെയ്യരുത്. എന്നും ചെയ്താൽ നമ്മുടെ സ്കിന്ന് ഒന്നും കൂടെ ഡ്രൈ ആയി പോകും. ആഴ്ചയിൽ ചെയ്യാൻ നിൽക്കണ്ട. അതിനുശേഷം നമ്മളൊരു പാക്ക് യൂസ് ചെയ്യാൻ എടുക്കണം. കടലപ്പൊടി എടുക്കണം കുറച്ച്. അതിനകത്ത് നമ്മൾ കുറച്ച് കല്ലുപ്പ് ഉണ്ടായിരുന്നല്ലോ, ആ കല്ലുപ്പും ചേർത്ത് അതിനകത്ത് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ചേർക്കണം. വെളിച്ചെണ്ണ നമുക്ക് ഒരു കാലൊന്ന് സ്മൂത്തായിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊന്ന്
സ്മൂത്ത് ആയിട്ട്. ഇത് സ്ക്രബ്ബറായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കാലൊന്ന് സ്മൂത്ത് ആയിട്ട് തോന്നും ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ. ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കാലൊന്ന് ക്ലീൻ ആയിട്ട് തോന്നും നമുക്ക്. അതിനുശേഷം ഞാനൊരു പാക്ക് യൂസ് ചെയ്യുന്ന കടലപ്പൊടി തന്നെയാണ്. കടലപ്പൊടി കുറച്ചെടുത്ത് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് കുറച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ കാലിൽ പുരട്ടി ഒരു 10-15 മിനിറ്റ്, 15 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മളുടെ അതൊന്ന് ഡ്രൈ ആവുന്നിടം വരെ നമ്മുടെ കാലിൽ ഇങ്ങനെ തേച്ച് വെച്ചേക്കണം. To the city for the love, got her hurting out. Oh my, she's alone. Hey. As a rule, I didn't dance, but it was hard to say no to Alyssa. So low, he don't love himself. Tryna love me, call me. Told him truth, told him he don't trust me. Self love, he don't love himself. Tryna love me, cuff me, cuff me. Told him truth, told him he don't trust me. കടലപ്പൊടി ഉപയോഗിക്കുന്നത് നമുക്ക് നല്ല സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവാനും ചെറിയൊരു ഗ്ലോ ഒക്കെ തരാനും ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഗ്ലോ ഒക്കെ തരാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും കടലപ്പൊടി. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പൊടിയുടെ കൂടെ കോഫി പൗഡർ ഉണ്ടല്ലോ അതും ചേർത്ത് യൂസ് ചെയ്യാം, അത് നല്ലതാണ്. ഞാനിപ്പോ കടലപ്പൊടി മാത്രമേ എടുക്കുന്നുള്ളൂ. അത് ഉണങ്ങി ഒരു കുറച്ച് ഡ്രൈ ആവുന്ന വരെ നമ്മുടെ കാലിൽ വെച്ച് കിട്ടണം. അതപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്കത് ഡ്രൈ ആയിട്ട് തോന്നും. അപ്പൊ നമുക്ക് പതുക്കെ നമുക്ക് അത് കഴുകിയെടുക്കാം. അതിനുശേഷം നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ എന്ത് പാക്ക് യൂസ് ചെയ്താലും മുഖത്താണെങ്കിലും കൈക്കാണെങ്കിലും കാലിനാണെങ്കിലും എന്ത് ചെയ്താലും നമ്മൾ ഒരു മോയ്സ്ചറൈസർ എന്തായാലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ ഉപയോഗിക്കുന്നത് പോൺസിന്റെ ഹൈഡ്രാ മിറാക്കിൾ എന്ന് പറഞ്ഞ ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. നിങ്ങളുടെ കയ്യിൽ ഏത് മോയ്സ്ചറൈസർ ആണോ ആ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. നമ്മൾ എപ്പോഴും ഒരു മോയ്സ്ചറൈസർ നമ്മുടെ കൈക്കും കാലിനും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ മോയ്സ്ചറൈസർ യൂസ് ചെയ്താലേ നമ്മുടെ കാലൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കുള്ളൂ. അപ്പം ഇത് എല്ലാവരും ചെയ്ത് നോക്കണം. മാസത്തില് 2-3 തവണ ചെയ്താലും മതി. നമ്മുടെ കാലിൽ നല്ല ബ്രൈറ്റൻ ആവാൻ നമ്മളെ സഹായിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.